രാജ്യത്ത് നിലവിലുള്ള ആധാർ ഡാറ്റാബേസിൽ വൻതോതിലുള്ള ശുദ്ധീകരണം നടത്തി യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. കേന്ദ്ര സർക്കാർ ഏജൻസി നടത്തിയ വിപുലമായ ശുദ്ധീകരണ നടപടിയിൽ 2 കോടി ആധാർ നമ്പറുകളാണ് പ്രവർത്തനരഹിതമാക്കിയിരിക്കുന്നത്. ഈ വൻതോതിലുള്ള ആധാർ ID ശുദ്ധീകരണം എന്തിനായിരുന്നു എന്നതിനെ പറ്റിയുള്ള രാജ്യവ്യാപകമായ സംശയങ്ങളും ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട്. യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് എല്ലാ പൗരന്മാർക്കും 12 അക്കമുള്ള ആധാർ നമ്പർ എന്ന തനതായ തിരിച്ചറിയൽ നമ്പർ നൽകുന്നത്. ഈ നമ്പറിൽ ബയോമെട്രിക് വിവരങ്ങൾ, ഫോട്ടോ, വിലാസം എന്നിവയും മറ്റുമൊക്കെ അടങ്ങിയിരിക്കുന്നു. ഇന്ന് ബാങ്ക് അക്കൗണ്ടുകൾ, സബ്സിഡികൾ മുതൽ ഓൺലൈൻ ഇടപാടുകൾ, ഔദ്യോഗിക പരിശോധനകൾ, എന്തിന് സിം കാർഡ് ആക്ടിവേഷന് പോലും മിക്കവാറും എല്ലാ പ്രധാന സേവനങ്ങൾക്കും ഇത് ആധാർ നമ്പർ എന്നത് അത്യന്താപേക്ഷിതമാണ്. വ്യക്തിവിവരങ്ങളുടെ ദുരുപയോഗം തടയുന്നതിനും ദേശീയ ഡാറ്റാബേസിന്റെ കൃത്യത ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് ഈ നടപടി സ്വീകരിച്ചതെന്ന് UIDAI വൃത്തങ്ങൾ അറിയിച്ചു. ഇതിനായി മരണപ്പെട്ട വ്യക്തികളുടെ 2 കോടിയോളം വരുന്ന ആധാർ നമ്പറുകളാണ് അതോറിറ്റി പ്രവർത്തനരഹിതമാക്കിയത്. മരണപ്പെട്ടവരുടെ വിവരങ്ങൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനായി ആധാർ വോട്ടർ ID-യുമായി ബന്ധിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിന് മുന്നോടിയായിട്ടാണ് ഈ ശുദ്ധീകരണം നടന്നതെന്നും ശ്രദ്ധേയമാണ്. ഇത് കള്ളവോട്ട് തടയുന്നതിനും വോട്ടർ പട്ടികയുടെ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനും സഹായകമാകുമെന്ന് വിലയിരുത്തൽ വരുന്നുണ്ട്. ഈ വിപുലമായ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വേണ്ടി രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ, വിവിധ സംസ്ഥാന സർക്കാരുകൾ, പൊതുവിവരണ ശൃംഖലകൾ, സാമൂഹിക സഹായ പദ്ധതികളുടെ ഡാറ്റാബേസുകൾ എന്നിവയുൾപ്പെടെ നിരവധി സ്രോതസ്സുകളിൽ നിന്ന് UIDAI മരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചു. ഈ വിവരങ്ങളെല്ലാം തന്നെ വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കിയതിനു ശേഷമാണ് അതാത് ആധാർ നമ്പറുകൾ പ്രവർത്തനരഹിതമാക്കിയിരിക്കുന്നത്. മരണപ്പെട്ടവരുടെ ആധാർ നമ്പർ എളുപ്പത്തിൽ പ്രവർത്തനരഹിതമാക്കാൻ കുടുംബാംഗങ്ങളെ സഹായിക്കുന്നതിനായി മൈ ആധാർ പോർട്ടലിൽ പുതിയ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബന്ധുക്കൾക്ക് മരണപ്പെട്ട വ്യക്തിയുടെ ഔദ്യോഗിക മരണ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സഹിതം ആധാർ നമ്പർ സമർപ്പിച്ച് ഡീആക്ടിവേഷന് അപേക്ഷിക്കാം. സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ സൗകര്യം നിലവിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഈ സേവനം ഉടൻ വ്യാപിപ്പിക്കുമെന്ന് UIDAI അറിയിച്ചു. ആധാർ ഡാറ്റാബേസിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിനും വ്യക്തിവിവര തട്ടിപ്പുകൾക്ക് സാധ്യത ഇല്ലാതാക്കുന്നതിനും ഈ നടപടി ഒരു വലിയ മുതൽക്കൂട്ടാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. മരണ സർട്ടിഫിക്കറ്റ് ലഭിച്ച ഉടൻ തന്നെ മൈ ആധാർ പോർട്ടൽ വഴി മരണം റിപ്പോർട്ട് ചെയ്ത് രാജ്യത്തിന്റെ ഐഡന്റിറ്റി സംവിധാനം സുരക്ഷിതമായി നിലനിർത്താൻ സഹകരിക്കണമെന്ന് അതോറിറ്റി പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.